ഫ്രണ്ട്സ്, കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അതായത് LSGDയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെ അപേക്ഷ നൽകണം, എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഇത്തരം ഒട്ടനവധി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റായി ചെയ്ത വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കയറി കാണാൻ പറ്റും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ നമ്മുടെ ചാനലിന് നൽകുന്ന വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടൊക്കെ നമുക്കുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി കൂടുതൽ നിങ്ങളിലേക്ക് കണ്ടന്റും കാര്യങ്ങളും എത്തിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകുക തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റേതായുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മെമ്പേഴ്സ് ഓൺലി സ്പെഷ്യലായിട്ടുള്ള വീഡിയോസും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ യൂട്യൂബിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ലോയൽറ്റി ബാഡ്ജസും കസ്റ്റം ഇമോജി അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ കാണാൻ പറ്റും. ജനുവരി 21 വന്നിരിക്കുന്നത് 2026. ഇവിടെ കാണാം LSGD തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വേക്കൻസി ആദ്യം തന്നെ പറയാം, കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയാണ്, കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. ഒരിക്കലും ഇത് പെർമനൻറ്റ് വേക്കൻസി അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ നിന്ന് കേട്ടുകൊടുന്ന് സ്കിപ്പ് ചെയ്യാൻ നിൽക്കേണ്ട. കാരണം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങി നമ്മൾ ഒരു എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒന്നും യാതൊരു ധാരണ ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫ്രഷേഴ്സിന് നിങ്ങൾ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് നമുക്ക് വിവിധ എക്സാമുകളിലേക്ക് നമുക്ക് എന്താണ് അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളിലൊക്കെ വിവിധ പെർമനൻറ്റ് വാക്കൻസിയിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനെ അധികം വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന ഒരു അവസരമാണ് ഇങ്ങനെയുള്ള വേക്കൻസികൾ. അതുമാത്രമല്ല, അത്യാവശ്യം റെമ്യൂണറേഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രഷേഴ്സിന് കിട്ടുന്ന റെമ്യൂണറേഷനാണ് മന്ത്ലി 46,230. ഇത് മാത്രമല്ല കേട്ടോ, വേക്കൻസി ഒരുപാടുണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഷെഡ്യൂൾ വരുന്നത്, നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജനുവരി 21 മുതൽ നിങ്ങൾക്ക് ജനുവരി 30 വരെ സമയമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വിവിധ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ പറയുന്ന LSGDയുടെ വിവിധ ഡിവിഷനിലേക്കാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വേക്കൻസി. നമുക്ക് നോക്കാം. ഇവിടെ കാണാം വേക്കൻസീസ് ഇൻ അർബൻ ലോക്കൽ ബോഡീസ് ആൻഡ് ക്ലസ്റ്റർ അണ്ടർ LSGD എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയാണ്. ഇതിലേക്ക് ഒന്നാമത്തെ പോസ്റ്റ് എൻവയറമെൻറ്റൽ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിൽ 30 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എൻവയറമെൻറ്റൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 36 ഏജ് ലിമിറ്റ്. നേരത്തെ പറഞ്ഞ പോലെ 46,230 മന്ത്ലി സാലറി ആയിട്ട് നിങ്ങൾക്ക് റെമ്യൂണറേഷൻ ആയിട്ട് ലഭിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രിഫറൻസ് ഇതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത ഇത് മതി, ഡിഗ്രി മതി. ഇനി നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന നിങ്ങൾക്കിവിടെ കാണാം പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ, എൻവയറമെൻറ്റൽ ജിയോളജി എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്താണ് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. പ്രിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുൻഗണന ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ PGൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ PG ഉള്ളവർക്ക് എന്താണ് ഈ പോസ്റ്റ് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആണ്, അവർക്ക് കുറച്ചും കൂടെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതി. 30 വേക്കൻസി ഉണ്ട്, ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി PG ഉണ്ടെങ്കിൽ PG വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടെ സാധ്യത നിങ്ങൾക്ക് കൂടുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയാണ്. 35 ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 36 ഏജ് ലിമിറ്റ്. ഇതിലൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിലൊന്നും യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട, അവിടെയൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇതിൽ 46,230 അതിൻ്റെ റെമ്യൂണറേഷൻ വരിക. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 22 വേക്കൻസി. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചിലേഴ്സ് ഡിഗ്രിയിലവർക്ക് അപ്ലൈ ചെയ്യാം. 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 46,230 റെമ്യൂണറേഷൻ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അടുത്ത ഹൈഡ്രോളജിസ്റ്റ് ആണ്. ഇതിലേക്ക് 22 വേക്കൻസി ഉണ്ട്. ഇതിലെ ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നാണ് പറയുന്നത്, ഒന്നെങ്കിൽ എൻവയറമെൻറ്റൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ ഹൈഡ്രോളജി എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ എൻവയറമെൻറ്റൽ അല്ലെങ്കിൽ ഹൈഡ്രോളജി എഞ്ചിനീയറിംഗിലുള്ള PG ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പ്രിഫറൻസ്, അതായത് അവരെ കുറച്ചും കൂടെ മുൻഗണന അവർക്ക് കിട്ടും എന്നുള്ളതാണ്. നിർബന്ധമില്ല, നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. അതുകൊണ്ട് വീണ്ടും വീഡിയോ എടുത്ത് പറയുന്നത് ഡിഗ്രി മാത്രം മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഏജ് ലിമിറ്റ് സെയിം ആണ്, റെമ്യൂണറേഷൻ സെയിം ആണ്. ഇനി പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയർ ആണ്. 22 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഈ പറയുന്ന എൻവയറമെൻറ്റൽ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 36 ഏജ് ലിമിറ്റ്. 46,230 അതിൻ്റെ റെമ്യൂണറേഷൻ. ഇവിടെ മുൻഗണന ആർക്ക് കിട്ടുമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ എൻവയറമെൻറ്റൽ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗിലുള്ള നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാവും. ഓക്കെ, അത് മാൻഡറ്ററി അല്ല, നിർബന്ധമല്ല. ഇനി അടുത്തത് നിങ്ങൾക്ക് അക്കൗണ്ട് നിങ്ങൾക്കൂടെ കാണാം, അക്കൗണ്ടൻ്റ് ആണ്. അത് സ്പെഷ്യൽ കേഡറാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 22 വേക്കൻസിയാണ്.
ഇതിൽ ബികോം വിത്ത് അക്കൗണ്ടൻസി ആണ് നിങ്ങൾക്ക് വേണ്ടത്. 2 വർഷത്തെ ഇതിൽ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഈ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന 6ാമത്തെ സീരിയൽ നമ്പർ 6ലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 36 ഏജ് ലിമിറ്റ് വരുന്നത്. 28,100 അതിൻ്റെ റെമ്യൂണറേഷൻ വരുന്നത്. ദെൻ ഫൈനാൻസ് ഓഫീസറും നിങ്ങൾക്ക് 22 വേക്കൻസി ഉണ്ട്. എംകോം വിത്ത് അക്കൗണ്ടൻസി ആണ് പറയുന്നത്. അതിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 36 ഏജ് ലിമിറ്റ്. 32,550 റെമ്യൂണറേഷൻ. അപ്പോൾ ആ ഒരു കാറ്റഗറി അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ഇത് വരുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് നമുക്ക് അവിടെ കാണാം. പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. LSGDയുടെ അണ്ടറിലുള്ള പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം പ്ലാനിംഗ് കൺസൾട്ടൻ്റ് ആണ്. 3 വേക്കൻസിയാണ് അതിലുള്ളത്. ഇതിലേക്ക് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിലുള്ള PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 51,600 ഇനി അടുത്തത് പ്ലാനർ അസോസിയേറ്റ് ആണ്. 28 വേക്കൻസി ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെ കണ്ട മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ട് നമ്മുടെ ചാനലിന് ഇനി ഒരുപാട് വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം ഒരുപാട് ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തത് 28 വേക്കൻസി ഉണ്ട് നമ്മുടെ പ്ലാനർ അസോസിയേറ്റ് എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് PG ആണ് വേണ്ടത്. ഈ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള PG ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പക്ഷേ പ്രിഫറൻസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മുൻഗണന ആർക്കാണെന്ന് വെച്ചാൽ ഈ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കാണ് കുറച്ചും പാട് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് കുറച്ചും പാടെ എന്ത് ചെയ്യും, ഈ പോസ്റ്റ് കിട്ടാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്നുള്ളതാണ്. പക്ഷേ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. യാതൊരു അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള പോസ്റ്റിൽ നിങ്ങൾ പ്രിഫറൻസ് എന്നുള്ളത് കണ്ടത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇവിടെ എക്സ്പീരിയൻസ് നിർബന്ധമേ ഇല്ല. 36 ഏജ് ലിമിറ്റ്. 35,000 റെമ്യൂണറേഷൻ വരിക. പ്ലാനിംഗ് അസിസ്റ്റൻറ്റ് 3 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് BArch അല്ലെങ്കിൽ ഈ പറയുന്ന B-Plan അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഗ്രി ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗോ ഇതിലേതെങ്കിലും അതിന് ഇക്വലൻ്റ് ആയിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലേക്കും നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസും വേണ്ട. ഇനി അതല്ല എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 36 ഏജ് ലിമിറ്റ്. ഇതിലേക്ക് 30,000 റെമ്യൂണറേഷൻ വരുന്നത്. ഇനി പ്ലാനിംഗ് അസിസ്റ്റൻ്റ് ആണ്. GIS ജിയോ ഇൻഫോർമാറ്റിക്സ് സയൻസ് 7 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് PG ഡിഗ്രിയാണ് വേണ്ടത്. ഒന്നെങ്കിൽ ജിയോഗ്രഫിയിൽ അല്ലെങ്കിൽ ജിയോളജിയിൽ നിങ്ങൾക്ക് PG ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ആ PGയുടെ കൂടെ നമുക്ക് പ്ലസ് അഡീഷണൽ ആയിട്ട് വേണം. അതായത് GIS സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ എക്സ്പെർട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ജിയോ ഇൻഫോർമാറ്റിക്സ് സയൻസ് നമുക്ക് അതിലുള്ള കുറച്ച് സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറിച്ച് നമുക്ക് അത്യാവശ്യം എന്ത് വേണം, ധാരണ വേണം. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് നിർബന്ധമാണ്. കാരണം ഈ പ്ലാനിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് GIS എന്ന് പറയുമ്പോൾ നമുക്കതിൽ ആ സോഫ്റ്റ്വെയറിൽ അത്യാവശ്യം എന്ത് വേണം, നല്ല അറിവുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ജിയോഗ്രഫി അല്ലെങ്കിൽ ജിയോളജിയിലോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയുള്ള രീതിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കുക. പ്ലസ് എന്താണ്, നിങ്ങൾക്ക് GIS സോഫ്റ്റ്വെയറെ കുറിച്ചിട്ട് അത്യാവശ്യം ഡീലൈൻ അറിയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് GISൻ്റെ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും കുറച്ച്. അത് അത്യാവശ്യം ഡീലൈൻ അറിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടാവും. എക്സ്പീരിയൻസ് യാതൊരു ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. റിമോട്ട് സെൻസിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ജിയോ ഇൻഫോർമാറ്റിക്സ് സയൻസിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. PG തന്നെ വേണമെന്നില്ല. അതോടൊപ്പം തന്നെ GIS ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ പറഞ്ഞ രീതിയിൽ PG വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ഈ പറഞ്ഞ രീതിയിൽ ഡിഗ്രി ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് റിമോട്ട് സെൻസിങ്ങിലോ അല്ലെങ്കിൽ ജിയോ ഇൻഫോർമാറ്റിക്സ് സയൻസിലോ നിങ്ങൾക്ക് ഡിഗ്രി ബാച്ചിലേഴ്സ് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് ഈ പറയുന്ന GIS അത്യാവശ്യം നമ്മൾ എക്സ്പെർട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ സോഫ്റ്റ്വെയറിലൊക്കെ 36 ഏജ് ലിമിറ്റ്, 30,000 റെമ്യൂണറേഷൻ. അടുത്ത കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആണ്. ഇതും GIS എന്നാണ്. 2 വേക്കൻസിയാണ്. ഇതിൽ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമയിലേക്ക് ഇവിടെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ അതൊരു എക്സ്പീരിയൻസ് വേണ്ട. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. 36 ഏജ് ലിമിറ്റ്, 20,000 അതിൻ്റെ റെമ്യൂണറേഷൻ. ഇനി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഓഫീസാണ്. 2 വേക്കൻസി. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രിയാണ് വേണ്ടത്. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി മതി, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയുള്ള ഒരു ക്വാളിഫിക്കേഷൻ, ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യണം. അതായത് MS ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ആൻഡ് DTP ഉള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സും പാടെ നിങ്ങൾ എക്സ്ട്രാ ചെയ്തിരിക്കണം ഡിഗ്രിയുടെ കൂടെ എന്നുള്ളതാണ്. വിത്ത് നിങ്ങൾക്ക് എന്താണ് വേർഡ് പ്രോസസ്സിങ് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി മതി. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ എനി ഗ്രാജുവേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിരിക്കണം. അതായത് MS ഓഫീസ് ആൻഡ് DTP റിലേറ്റഡ് ആയുള്ള ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിരിക്കണം. പ്ലസ് എന്താണ് ഈ പറയുന്ന വേർഡ് പ്രോസസ്സിങ്ങിലൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദിയിലും നമുക്ക് നല്ല രീതിയിൽ ഉള്ള ഒരു നോളജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പ്രിഫറൻസ് ഉണ്ടായിരിക്കും. 36 ഏജ് ലിമിറ്റ് വരുന്നത്. 22,250 അതിൻ്റെ റെമ്യൂണറേഷൻ.
ഇനി അടുത്തത് ആർക്കിടെക്റ്റ് ആണ്, ഒരു വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഇൻ ആർക്കിടെക്ചർ ആണ് പറയുന്നത്. ആർക്കിടെക്ചറിലുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട. ഏജ് ലിമിറ്റ് ഇവിടെ കാണാം, റെമ്യൂണറേഷൻ ഇവിടെ കാണാം. ഇനി അടുത്തത് സർവേയർ ആണ്, 3 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI ആണ് വേണ്ടത് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത. അത് ITI ഡ്രാഫ്റ്റ്മാൻ സിവിലോ അതല്ലെങ്കിൽ സർവേയിങ്ങിലോ ഉള്ള ITI വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരു എക്സ്പീരിയൻസ് നിർബന്ധമല്ല. ഇനി ഡിപ്ലോമ നിങ്ങൾക്ക് ഡിഗ്രിയോ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ITI തന്നെ നിർബന്ധമല്ല. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ ഡിഗ്രിയോ കഴിഞ്ഞവർക്കും ഈ പറയുന്ന സർവേയറിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ പ്രിഫറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രയോറിറ്റി അവർക്കായിരിക്കും കേട്ടോ കൊടുക്കുക. പിന്നെ 36 ഏജ് ലിമിറ്റ്, 22,240 ഇതിൻ്റെ റെമ്യൂണറേഷൻ വരുന്നത്. അപ്പോൾ ഫ്രഷേഴ്സ് നമ്മൾ കഴിവുള്ളവരാണെങ്കിൽ നമ്മൾ പരിഗണിക്കുന്നതാണ് കേട്ടോ. അവിടെ പ്രിഫറൻസ് എന്ന് കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ കൂടെ ഉണ്ടാവില്ല, നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട കേട്ടോ. കാരണം നമ്മുടെ കഴിവും കാര്യങ്ങളും ഇൻ്റർവ്യൂ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും ഇതിലേക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഇനി റീജിയണൽ ലബോറട്ടറി അണ്ടർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് LSGDയുടെ കീഴിലുള്ള. അതിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ 3 വേക്കൻസി. സിവിൽ എഞ്ചിനീയർ BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഏജ് ലിമിറ്റ് ഇവിടെ കാണാം, റെമ്യൂണറേഷൻ ഇവിടെ കാണാം. ഇത് ഡിപ്ലോമ ഹോൾഡേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 3 വേക്കൻസിയാണ്. സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഏജ് ലിമിറ്റ് സെയിം ആണ്. ഇനി ലാബ് അസിസ്റ്റൻറ്റ് ITI ആണ്. നിങ്ങൾക്ക് 6 വേക്കൻസി ഉണ്ട്. ഇത് ITI ഡ്രാഫ്റ്റ്മാൻ സിവിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 1 വർഷത്തെ എക്സ്പീരിയൻസ് മതിട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനീഷ്യലി ഇതിൻ്റെ ഒരു പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കാണ് നിയമിക്കുന്നതെങ്കിൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് എക്സ്റ്റൻഡബിൾ ആണ്. അതായത് അവരുടെ പ്രൊജക്റ്റ് റിക്വയർമെൻറ്റിനനുസരിച്ചിട്ടൊക്കെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടുന്നതനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള. ഓക്കെ, സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ഇവിടെ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കാം, പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കാം, ടെക്നിക്കൽ പ്രസൻറ്റേഷൻ ഓർ പേഴ്സണൽ ഇൻ്റർവ്യൂ ഇതൊക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും സിംഗിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടെസ്റ്റ് ആയിരിക്കാം. അങ്ങനെ പല രീതിയിലും നടത്താമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻറ്റിമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെയിൽ ത്രൂ ആയിരിക്കും അവർ അറിയിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് 200 KB കൂടാൻ പാടില്ല. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം വൈറ്റ് പേപ്പറിൽ. 50 KB കൂടാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ ഒന്നിലധികം പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അപേക്ഷ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള സംശയം ഉണ്ടാകും. അതിനായിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ലിങ്ക് കൊടുക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കേരള ജോബ്സ് 2026 വരും. ഇവിടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ടാബിൾ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് CMD LSGD കേരള എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. റിക്രൂട്ട്മെൻറ്റ് 2020 ഇതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ വേറെ പല നോട്ടിഫിക്കേഷൻ അതൊക്കെ നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. അതെല്ലാം ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് CMD LSGD കേരള എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒരു ഐക്കൺ ഉണ്ട്, അതുപോലെ അപ്ലിക്കേഷൻ ഉണ്ട് ഒരു ഐക്കൺ ഉണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഇതാ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് നോക്കാം, റീഡ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ അപ്ലിക്കേഷൻ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് കേരള ആയിട്ട് വേണം. ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, അപ്പോൾ പോസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന അർബൻ ലോക്കൽ ബോഡീസിലേക്കുള്ള പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ കൊടുക്കണം. ഇനി നിങ്ങൾക്ക് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് LSGD ആണെങ്കിൽ അപ്ലൈ, ലാസ്റ്റ് നമ്മൾ റീജിയണൽ ലബോറട്ടറി അണ്ടർ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് LSGD ആണെങ്കിൽ 3ാമത്താണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് മുന്നേ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റീഡ് ചെയ്യാം. അപ്പോൾ ഈ 3 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാം അർബൻ ലോക്കൽ ബോഡീസ് ഒരു കാറ്റഗറി. പിന്നെ രണ്ടാമത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. 3ാമത്തേതാണ് നമ്മൾ ഈ പറയുന്ന റീജിയണൽ നിൽക്കുന്ന ലബോറട്ടറി സെൻറ്റർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട്. അപ്പോൾ ആ 3 എണ്ണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ പോസ്റ്റ് ഇൻ അർബൻ ലോക്കൽ ബോഡീസിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അപ്ലൈ നൗ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ ന്യൂ ടാബ് അവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങളുടെ പേര്, ഫസ്റ്റ് നിങ്ങളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യണം. വളരെ സിമ്പിൾ ഫോമാണ്, നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. താല്പര്യം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവിടെ പോസ്റ്റ് അപ്ലൈഡ് എന്നുള്ളത് കണ്ടോ, ഈ പോസ്റ്റ് അപ്ലൈഡ് എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് പോസ്റ്റിലേക്കാണ് എന്നുള്ളത് നമ്മളോട് എന്തെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ എൻവയറമെൻറ്റൽ എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, റിലീജിയൻ, കാസ്റ്റ്, കാറ്റഗറി, അഡ്രസ്സ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ, പെർമനൻറ്റ് അഡ്രസ്സും കൊടുക്കണം. ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സാണ് കേട്ടോ, വിത്ത് പിൻകോഡ് അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് വിത്ത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ ചിലപ്പോൾ തെറ്റുകൾ വരിക, പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ റീഡ് ചെയ്യുക. നിങ്ങൾ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, അത് നമ്മുടെ ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഏതാണ്. അപ്പോൾ ഞാൻ ഡിഗ്രി ആണെങ്കിൽ എൻ്റെ ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് ആണ് ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ +2ൻ്റെ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന 10th. അപ്പോൾ ഡിഗ്രിയുടെ കോഴ്സ്, സ്പെഷ്യലൈസേഷൻ, യൂണിവേഴ്സിറ്റി, അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുക്കുക. എന്നിട്ട് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. ഈ ബ്ലൂ കളർ കാണുന്ന അതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ചൂസ് ഫയൽ എന്നുള്ള ആ ഒരു ഇതാണ്. ഫയൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ആവും.
കണ്ടോ ഇവിടെ അപ്ലോഡിങ് കണ്ടു. ഞാൻ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സിന്റെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണേ റിമൂവ് ചെയ്ത് വേറെയും അപ്ലോഡ് ചെയ്യാം. ഇത് ചെയ്തിട്ട് നമ്മൾ അടുത്ത +2ന്റെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ കണ്ടോ, അടുത്ത നമുക്ക് റോ ഇതുപോലെ വരും. വീണ്ടും ആഡ് എന്ന് കൊടുത്താൽ അടുത്ത റോ വരും. അങ്ങനെ നമുക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഇതിൽ ആഡ് ചെയ്യാം. അതിനുശേഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന ഒരു ഇവിടെ കമ്പൈൻ ചെയ്തിട്ടാട്ടോ, നമ്മൾ മറ്റേതെങ്കിലും എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ PDF ആക്കിയിട്ട് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ MS വേർഡോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട DTP എന്നുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എക്സ്ട്രാ ചെയ്ത് അതൊക്കെ പറഞ്ഞ് നിങ്ങൾ സിംഗിൾ PDF ആക്കി ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നമ്മൾ ഫോട്ടോ ആണ് 6 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുക. അവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ ഫോട്ടോയുടെ ജസ്റ്റ് വരും. നമ്മൾ അപ്ലോഡിങ് കാണാം, അവിടെ നിങ്ങൾക്ക് കാണാം ഫോട്ടോ അവിടെ വരും. നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് സിഗ്നേച്ചറോടെ അപ്ലോഡ് ചെയ്യാം. ഡിക്ലറേഷൻ നിങ്ങൾ റീഡ് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അവിടെ ടിക്ക് ചെയ്തിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക്. അപേക്ഷ ഓഫീസ് മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.